Good morning, students. Non-profit organization financial statements ne പറ്റിയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഏതൊക്കെയായിരുന്നു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ജനറൽ ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നൊന്നും പറയാം. അത് ഇന്ന് പഠിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലേ പഠിക്കുന്നുള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പെക്യൂലിയർ ഐറ്റംസ് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിച്ചിരുന്നു. ഒരു ട്രേഡിംഗ് കൺസേണിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയായിരുന്നു തയ്യാറാക്കിയത്? എന്തായിരുന്നു? ഡെബിറ്റ് സൈഡില് എല്ലാ എക്സ്പെൻസും, ക്രെഡിറ്റ് സൈഡില് ഇൻകം കാണിക്കുമായിരുന്നു അല്ലേ? അതിന് സമാനമായിട്ട് തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അവിടെ എല്ലാ എക്സ്പെൻഡിച്ചറിനെയും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ ഇൻകം എന്ന് പറയുമ്പോൾ റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറും റവന്യൂ നേച്ചറുള്ള ഇൻകവും. കറന്റ് ഇയറിലെ എക്സ്പെൻസും കറന്റ് ഇയറിലെ ഇൻകവും നമ്മളിവിടെ കൺസിഡർ ചെയ്യത്തുള്ളൂ. പ്രീവിയസ് ഇയറിലെയോ സബ്സിക്വന്റ് ഇയറിലെയോ ഇതിൽ എൻ്റർ ചെയ്യാറില്ല. കറന്റ് ഇയറിലെ ഇൻകവും കറന്റ് ഇയറിലെ എക്സ്പെൻഡിച്ചറുമാണ് എൻ്റർ ചെയ്യുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർ ടു ഷോ വെദർ ദർ ഈസ് എനി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സർപ്ലസ് എന്ന് വെച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കിയതിനു ശേഷം എക്സ്പെൻഡിച്ചർ സൈഡ് കുറഞ്ഞിരിക്കുകയും ഇൻകം സൈഡ് കൂടി നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സർപ്ലസ് ആണ്, മിച്ചമാണ്. മറിച്ച് എക്സ്പെൻഡിച്ചർ കൂടി നിൽക്കുകയും ഇൻകം കുറഞ്ഞിരിക്കുകയും ചെയ്താൽ ഡെഫിസിറ്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലൊന്ന് വെച്ചുകൊള്ളണം. അതിനുശേഷം ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നിങ്ങൾ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയിട്ടുള്ളതാണ്. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ് ഇല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ് ക്യാപിറ്റലാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാപിറ്റലിന് വരും ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലും എൻ്റർ ചെയ്യാം. എന്നാൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വരാറുള്ള കുറച്ച് റെസിപ്റ്റ്, പേയ്മെന്റ് നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. അവയുടെ ട്രീറ്റ്മെന്റിന് സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമാണ്. ഇവ ഓരോന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോഴും എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ. എന്താണ് സബ്സ്ക്രിപ്ഷൻ? ഇറ്റ് ഈസ് ദി എമൗണ്ട് പെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് മെമ്പേഴ്സ് കൊടുക്കുന്ന എമൗണ്ട് ആണ്, അതായത് വരിസംഖ്യ ആനുവലി പീരിയോഡിക്കലി കൊടുക്കുന്ന എമൗണ്ട് ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ അവിടെ നമ്മൾ കറന്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലേത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സബ്സിക്വന്റ് ഇയറിലെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ദിസ് ഇയർ ആണ് അവിടെ എൻ്റർ ചെയ്യുന്നത്. അതായത് കറന്റ് ഇയറിൽ എത്ര നമുക്ക് ലഭിച്ചു, സബ്സ്ക്രിപ്ഷൻ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എത്ര ലഭിച്ചു, അതാണ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യും. അത് നമ്മൾ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡില് സബ്സ്ക്രിപ്ഷൻസ് എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എൻ്റർ ചെയ്യണം. അങ്ങനെയാണ് ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എവിടെ എൻ്റർ ചെയ്യും? നിങ്ങൾക്ക് അറിയാം, സബ്സ്ക്രിപ്ഷൻ ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അവിടെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ പരിഗണിക്കണം. കാരണം കറന്റ് ഇയറിൽ എത്രയാണോ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ അത് മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യത്തുള്ളൂ. കറന്റ് ഇയർ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഈ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എങ്ങനെ എൻ്റർ ചെയ്യണം? കറന്റ് ഇയറിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുള്ളതാണ്. അത് അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ കാണിക്കണം. അഡ്വാൻസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡിൽ കാണിക്കണം.
നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കുക, ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നോക്കുക, അതിൽ നോക്കി എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കേ. അപ്പൊ ഇത്രയും ആണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ എൻ്റർ ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാറില്ല. റെഗുലർ നേച്ചറിലുള്ള ജനറൽ സബ്സ്ക്രിപ്ഷൻ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ആണ്, എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിനുള്ള സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ഐറ്റമായി നമുക്ക് കാണിക്കണം. അപ്പൊ ഇത്രയാണ് സബ്സ്ക്രിപ്ഷന്റെ ട്രീറ്റ്മെന്റ്. ഇനിയും സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കറന്റ് ഇയറിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിൽ കൂടി പഠിക്കാം. On 31st March 2015, the subscriptions received were 2,50,000. Additional information given is as follows. Subscriptions outstanding on 1st April 2014, 50,000, 50,000. Subscriptions outstanding on 31st March 2015, 35,000, 35,000. Subscriptions received in advance as on 1st April 2014, 25,000 rupees. Subscriptions received in advance as on 31st March 2015, 30,000 rupees. Ascertain the amount of income from subscriptions for the year 2014 to 15 and show how relevant items of subscriptions appear in opening and closing balance sheet. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കറന്റ് ഇയർ എന്ന് പറയുന്നത് 31st March 2015 ആണ്. അപ്പൊ ഇങ്ങനെ കുറെ ഡേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ ആദ്യം കറന്റ് ഇയർ ഏതാണ്, പ്രീവിയസ് ഇയർ ഏതാണ്, സബ്സിക്വന്റ് ഇയർ നെക്സ്റ്റ് ഇയർ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് നോക്കുക, കറന്റ് ഇയർ ഏതാണ്? കറന്റ് ഇയർ എന്ന് പറയുന്നത് 2014 to 2015 ആണ്. അതായത് 1st April 2014 to 31st March 2015 ആണ് കറന്റ് ഇയർ. ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്കിലോട്ട് എഴുതി വെക്കണം, വെച്ചിട്ട് വേണം ക്ലാസ്സസ് ശ്രദ്ധിക്കാൻ. അപ്പൊ നമ്മുടെ കറന്റ് ഇയർ 1st April 2014 to 31st March 2015. പ്രീവിയസ് ഇയർ ഏതായിരിക്കും? അപ്പോൾ 1st April 2013 to 31st March 2014. നെക്സ്റ്റ് ഡേ 1st April ആണ്. ഇതാണ് പ്രീവിയസ് ഇയർ. ശേഷം നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 1st April 2015 to 31st March 2016 ആണ് സബ്സിക്വന്റ് ഇയർ ആയ നെക്സ്റ്റ് ഇയർ. നമ്മൾ ഈ വർഷത്തെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കറന്റ് ഇയർ എന്ന് പറയുമ്പോൾ 1st April 2014 to 31st March 2015 ആണ്. അതായത് കറന്റ് ഇയറിന്റെ ഓപ്പണിംഗ് ഡേറ്റ് 1st April 2014, 1/4/2014. ക്ലോസിംഗ് ഡേറ്റ് 31/3/2015. ഇതാണ് നമ്മുടെ കറന്റ് ഇയർ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എത്രയാണോ നമുക്ക് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ളത് അത് എൻ്റർ ചെയ്യുക. Subscriptions as per receipt and payment account, R&P account. എത്രയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കാര്യം കിട്ടിയ എമൗണ്ട്? 2,50,000. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ. ഇതിൽ പ്രീവിയസ് ഇയറിലെ ഉണ്ട്, അടുത്ത ഇയറിലെ ഉണ്ട്. അപ്പം കറന്റ് ഇയറിലെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇതിനോടുകൂടി നമ്മൾ കൂട്ടേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്, കുറയ്ക്കേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്, അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങാം. അതായത് കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്, കറന്റ് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും കറന്റ് ഇയറിന്റെ ഓപ്പണിംഗ് ഡേറ്റിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസും ആഡ് ചെയ്യണം. അത് രണ്ടും ഈ വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷനാണ്.
കുറയ്ക്കേണ്ട ഐറ്റം, ഇതിൽ നിന്നും കുറയ്ക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് കറന്റ് ഇയറിന്റെ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടും കറന്റ് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അഡ്വാൻസ് എമൗണ്ടും. അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്, ഈ വർഷത്തേക്ക്. ഇത് രണ്ടും കറന്റ് ഇയറിലുമായിട്ട് ബന്ധമുള്ളതല്ല, അത് രണ്ടും കുറയ്ക്കണം. അതായത് കുറയ്ക്കേണ്ട രണ്ട് ഐറ്റം എന്ന് പറയുന്നത് കറന്റ് ഇയറിന്റെ ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ്, കറന്റ് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ്. ഈ രണ്ട് ഐറ്റവും കുറയ്ക്കുകയും വേണം. അപ്പൊ ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം ആഡ്. ആദ്യം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2014 50,000. അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ്, അത് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അടുത്ത ഐറ്റം സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2015 35,000. കറന്റ് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് 31st March 2015 എന്ന് പറയുന്നത്. ആ എമൗണ്ട് എന്ത് ചെയ്യേണ്ടതാ? ആഡ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2015 35,000. Outstanding on 31st March 2015 എത്രയാണ്? 35,000. ഇവിടെ എഴുതുക. അതിനുശേഷം അടുത്ത ഐറ്റം കൂട്ടേണ്ടത് എന്താണ്? സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st April 2014. അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ അഡ്വാൻസ് എമൗണ്ട്. എമൗണ്ട് 25,000. ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതുക 60,000. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3,10,000. അതിനുശേഷം കുറയ്ക്കേണ്ട ഐറ്റം ഏതൊക്കെയാണ്? ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ് ലെസ്. ആദ്യത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2014. നമ്മുടെ കറന്റ് ഇയറിലെ ഓപ്പണിംഗ് ഡേറ്റ് ആണ് 1/4/2014. അന്ന് കിട്ടിയ അന്നത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയാ? 50,000. അത് കറന്റ് ഇയറിലെ അല്ല, സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്. Subscriptions outstanding on 1/4/2014 amount 50,000. അടുത്ത ഐറ്റം കുറയ്ക്കേണ്ട ഐറ്റം എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ അടുത്ത വർഷത്തേത് ഇപ്പോഴേ കിട്ടിയത് അഡ്വാൻസ് ഓൺ 31/3/2015 എമൗണ്ട് 31/3/2015 എമൗണ്ട് 30,000. രണ്ടുകൂടെ കൂട്ടി ഔട്ട്സൈഡിൽ എഴുതുക 80,000. 50,000 30,000 കുറയ്ക്കേണ്ട, അതുകൊണ്ട് രണ്ടുകൂടെ കൂട്ടി ഇവിടെ എഴുതിയതിനു ശേഷം കുറയ്ക്കുക. $2,30,000. ഇതാണ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ 2014 to 15. അതായത് കറന്റ് ഇയറിലെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെയാണ്. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് 2,30,000 ആണ്. കറന്റ് ഇയർ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഇതാണ്. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യും. നമുക്ക് നോക്കാം.
ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കേസിൽ ചില സമയത്ത് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് തരില്ല ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ നേരം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ഈ ഒരു ഐറ്റം മാത്രം എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് 1/4/2014. ഇതെന്ന് പറയുന്നത് 31 മാർച്ച് 2014 ആ ദിവസത്തെ എമൗണ്ട് തന്നെയായിരിക്കും 1/4/2014 ബാലൻസ് ഷീറ്റ് ഉള്ളത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ്, അതായത് ഈ വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റ് 1/4/2014. അപ്പൊ ഇതില് ഈ സബ്സ്ക്രിപ്ഷനിലെ ഐറ്റംസ് എവിടെയൊക്കെ എൻ്റർ ചെയ്യും. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലുള്ള റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് ലൈബിലിറ്റി എത്രയാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിൽ, അതായത് 1/4/2014 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയാണ്? സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1 April 2014 എത്രയാണ്? 25,000. ലൈബിലിറ്റീസ് amount, assets amount, subscription received in advance, amount 25,000. ഇനിയും ആ ഡേറ്റിലെ ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ഇല്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1 April 2014 എത്രയാണ്? 50,000. അത് നമുക്ക് അസറ്റ് ആണ്. അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 50,000. ഈ രണ്ട് ഐറ്റം മാത്രം വരികയുള്ളൂ. റിലവന്റ് ഐറ്റംസ് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പണിംഗ് ഡേറ്റിലെ അഡ്വാൻസും ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നത്. ഇനി ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യും നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2015. Liabilities amount, assets amount. Closing date received in advance liability side closing date outstanding asset side subscription outstanding on 31st March 2015 എത്രയാണ്? 35,000. subscription outstanding on 31st March 2015 35,000 ആണ്. അത് എവിടെ കാണിക്കണം? അസറ്റ് സൈഡിൽ കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 35,000. അതിനുശേഷം ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ received in advance അത് ലൈബിലിറ്റി ആണ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. എമൗണ്ട് എത്രയാ? 31st March 2015 received in advance 30,000. മനസ്സിലായല്ലോ? ഇപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ട എമൗണ്ട് ഏതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇത്രയും നിങ്ങൾ ചെയ്തു പഠിക്കുക. ഇത്തരം പ്രോബ്ലം ഈ ഐറ്റംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യുന്നതാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം.